ആരെങ്കിലും ക്ഷണിച്ചാൽ അവരെന്തെങ്കിലും കാര്യമായിട്ട് ചർച്ചിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷിക്കുക. എനിക്കത് വേണമെങ്കിൽ കുഴിമന്തിയെ പറ്റുള്ളൂ എന്ന് പറയണ്ട. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത്. നമ്മളത് തിന്നുക, അവർക്ക് സന്തോഷമാണ്. അതിലാതെ അവരാരും നമ്മൾ വെറുപ്പിക്കേണ്ടതില്ല. അതിന് നമ്മൾ ഐക്യം പ്രാർത്ഥിക്കണം, സമുദായത്തിൽ ഐക്യം പ്രാർത്ഥിക്കണം, സമൂഹത്തിൽ ഐക്യം പ്രാർത്ഥിക്കണം. ഇതര അവസ്ഥകളുമായിട്ട് നമ്മുടെ സഹോദരവും സ്നേഹമൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതിൻ്റെയും പേരിൽ നമ്മൾ ആകാംക്ഷ ഉണ്ടായിട്ടില്ല. അവരോടൊക്കെ ആ സാഹചര്യം നമ്മൾ പ്രാർത്ഥിക്കണം. അത് അവരുടെ പൂർവികർ കാണിച്ചുള്ള മാതൃക. ചിലപ്പോൾ സമുദായ സൗഹാർദ്ദവും സാഹോദര്യമൊക്കെ പറയുമ്പോൾ പലരും നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ പരിഹസിക്കും. ഒരുപാട് പരിഹാസങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ട്. അവിടെ നിങ്ങൾ ദുഃഖിക്കണ്ട. ആ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അത് നല്ലതാണ്. കാരണം നമ്മുടെ പൂർവികർ ഒരുപാട് പരിഹാസം കേട്ടത് സാമുദായിക സൗഹാർദ്ദത്തിന് വേണ്ടി, മത സാഹോദര്യത്തിന് വേണ്ടി ഒക്കെ ശബ്ദിച്ചപ്പോഴും പ്രവർത്തിച്ചപ്പോഴും പരിഹാസം കേട്ടതാണ് നമ്മുടെ പൂർവികർ. അപ്പൊ പരിഹാസം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക നല്ലതിനാണ്, നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണ്, നമ്മൾ പൂർവികർ നല്ലത് ചെയ്യുന്നത്. ആ പാതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്.